ഈ ഇൻഡക്ഷൻ കുക്കറിൻ്റെ അന്തകൻ ഈ വെള്ളമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ ഇൻഡക്ഷൻ കുക്കർ അന്തകൻ ഈ വെള്ളം തന്നെയാണ്. ഇപ്പം നമുക്ക് ഗ്യാസിനൊക്കെ വില കൂടിയ സമയത്ത് എല്ലാവരും ഇൻഡക്ഷൻ കുക്കറിലേക്ക് മാറിയിട്ടുണ്ട് അല്ലേ? ഇൻഡക്ഷൻ കുക്കറും എന്താണ് IR സ്റ്റൗ എന്നൊക്കെ പറയുന്നതിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഇൻഡക്ഷൻ കുക്കർ വേഗം നശിച്ചു പോകും. കാരണം എന്താണെന്നറിയാമോ? ഈ വെള്ളം തറയിൽ കിടക്കും. ഇപ്പോൾ മുകളിൽ കിടന്നാൽ കുഴപ്പമില്ല. ഇത് തറയിലാണെങ്കിൽ ബാക്കി എല്ലാ ഉരുവപ്പെട്ട ഇലക്ട്രോണിക്സ് ഡിവൈസിലെല്ലാം അതിൻ്റെ ഒരു ഫാൻ ഉണ്ടാവും. ആ ഫാൻ പുറത്തേക്കായിരിക്കും കാറ്റിനെ തള്ളുന്നത്. പക്ഷെ ഇൻഡക്ഷൻ കുക്കറിൽ അത് അകത്തേക്കാണ്. നമുക്ക് നോക്കാം. ഇതൊരു പേപ്പറാണ്, കണ്ടോ? കാറ്റിനെ അകത്തേക്ക് വലിച്ച് കണ്ടോ നമ്മൾ നോക്കിയേ, കാറ്റിനെ അകത്തേക്ക് വലിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇൻഡക്ഷൻ കുക്കർ വർക്കാവുന്നത്. ഒക്കെ അകത്തേക്ക് വലിച്ച് തണുപ്പിക്കുകയാണ്, അതിനകത്ത് കമ്പോണൻസിനെ തണുപ്പിക്കുകയാണ്. അപ്പോൾ താഴെ ഒരു തുള്ളി വെള്ളം കിടന്ന് എന്ത് ചെയ്യും? ഇത് വലിച്ച് ഇതിൻ്റെ സർക്യൂട്ടിനകത്തേക്ക് അടിക്കും. അതിൽ ചെറിയൊരു കോട്ടിങ് കമ്പനീസ് കൊടുത്തിട്ടുണ്ട്. കാലക്രമത്തിൽ ചൂടായി കോട്ടിങ് പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ വെള്ളം പോയി അതിനകത്തേക്ക് ഇരുന്നിട്ട് അത് ഡാമേജ് ആകും. അങ്ങനെയാണ് മിക്ക ഇൻഡക്ഷൻ കുക്കറും കംപ്ലൈൻറ്റ് വരുന്നത്. സർവീസിൻ്റെ മിക്ക ഇൻഡക്ഷൻ കുക്കറിലും വാട്ടർ ഡാമേജ് നമ്മൾ കാണുന്നത്. ഓക്കെ, രണ്ടാമത് നിങ്ങൾ നോക്കണം, മറ്റൊരു കാര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ ചിലവർ ഇതിനകത്ത് കമൻറ്റിലൊക്കെ ചോദിക്കുക ഏത് ഇൻഡക്ഷൻ കുക്കറാണ് നല്ലതെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. വിലയൊക്കെ നോക്കി വാട്സവറൊക്കെ നോക്കി വാങ്ങുക. ഓക്കെ, ഒരു 1200 മുതൽ 2000, 2400 വാട്ട്സുള്ള ഇൻഡക്ഷൻ കുക്കറൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വാട്ട്സ് കൂടുന്തോറും പെട്ടെന്ന് കുക്കിംഗ് നടക്കും, കറണ്ട് കാശും അതനുസരിച്ച് കൂടും. ഓക്കെ, പിന്നെ ഇൻഡക്ഷൻ കുക്കറിൽ എങ്ങനെയാണ് ഒരു വെള്ളം ചൂടാകും? അതിന് മുമ്പ് ഇൻഡക്ഷൻ കുക്കർ അടിച്ചു പോകാൻ ഒരു കാര്യങ്ങളുണ്ട്, അത് നമുക്ക് വീഡിയോക്കിടയ്ക്ക് പറയാം കേട്ടോ. ഇനി എല്ലാവർക്കും സംശയമുണ്ട് എങ്ങനെയാണ് ഇൻഡക്ഷൻ കുക്കറിൽ ഒരു പാചകം നടക്കുന്നത് അല്ലെങ്കിൽ പാത്രം ചൂടാവുന്നത്. നമ്മൾ കൈകൾ തമ്മിലിങ്ങനെ ഉരയ്ക്കുമ്പോൾ അകത്തൊരു ചെറിയ ഹീറ്റ് ഉണ്ടാവില്ലേ? അതുപോലെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? നമ്മളതിന് മുകളിൽ വെക്കുന്ന പാത്രത്തെ എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വന്ന് പിടിച്ചു പോയി നിൽക്കുമ്പോൾ അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടായിട്ട് അങ്ങനെയാണ് ഇൻഡക്ഷൻ പാത്രങ്ങൾ ഇൻഡക്ഷൻ വെക്കുന്ന പാത്രങ്ങൾ ചൂടാവും. നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയ രീതി കേട്ടോ. ടെക്നിക്കലി പറഞ്ഞ് വേറെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയുന്നത്. നമ്മുടെ ഒരു ഹർഷണം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ചൂട് പോലെ ഉണ്ടാകുന്ന ഒരു ടെക്നോളജിയാണ് ഇൻഡക്ഷനിൽ വർക്ക് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് ഇൻഡക്ഷൻ കുക്കർ പോകുന്നത് നോക്കിയാൽ. ഇപ്പം നമ്മൾ ഇൻഡക്ഷൻ കുക്കർ ഓണാക്കി, ഇതിനകത്തൊരു ഫാൻ ഉണ്ടല്ലേ? ഫാൻ കറങ്ങുന്നുണ്ട്. നമ്മൾ ഇൻഡക്ഷൻ കുക്കർ ഓഫാക്കിയാലും ആ ഫാൻ അവിടെ കറങ്ങുന്നുണ്ട്. എല്ലാവരും എന്ത് ചെയ്യും? പാചകം കഴിഞ്ഞാൽ പോയി നേരെ സ്വിച്ച് അങ്ങ് ഓഫാക്കും. മെയിൻ സ്വിച്ച് ഓഫ് ആകുമ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഫാൻ അങ്ങ് നിൽക്കും. ഇതിനകത്തൊരു തെർമൽ കൺട്രോൾ ഉണ്ട്. അതായത് ഇതിനകത്തെ കമ്പോണൻസ് എല്ലാം തണുക്കുന്നിടം വരെ എന്ത് ചെയ്യും? ഈ ഫാൻ കറങ്ങിയാൽ തണുത്ത് കഴിയുമ്പോൾ ഫാൻ തന്നെ ഓഫാകും. അതിനുശേഷം മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? അതിൻ്റെ മെയിനിലേക്ക് വരുന്ന ലൈന് ഓഫാക്കുള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇൻഡക്ഷൻ കുക്കർ അത്യാവശ്യം കുറേ കാലം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഒരു തുള്ളി വെള്ളം പോലും നിലത്ത് വീഴരുത്. അതിന്റെ മേളിൽ ഈ ഇൻഡക്ഷൻ കുക്കർ കൊണ്ടുവെക്കാൻ പാടില്ല. പിന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് ഹീറ്റ് നിന്നാൽ മാത്രമേ ഇതിനെ ഫാൻ ഓഫ് ആവൂ. അല്ലാതെ ഈ പ്ലഗ് ഓഫ് ചെയ്ത് ഇൻഡക്ഷൻ കുക്കർ ഓഫ് ചെയ്യാൻ പാടില്ല. അതെ, ഡയറക്റ്റ് ഒരിക്കലും ഓഫ് ചെയ്യാൻ പാടില്ല. താഴെ വെള്ളം കിടക്കരുത്. അപ്പം നമ്മൾ എന്തായാലും കുക്ക് ചെയ്യുമ്പോഴൊക്കെ താഴെ വെള്ളം വരും. അപ്പോൾ എന്ത് ചെയ്യണം? ചെറിയൊരു പലകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തീ പിടിക്കാതെ ഒരു ചെറിയൊരു സാധനം എടുത്ത് വെച്ചിട്ട് മാർബിളിൻ്റെ പീസ് വെച്ചിട്ട് അതിന് മുകളിലേക്ക് ഇൻഡക്ഷൻ കുക്കർ വെച്ചിട്ട് ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇവിടെ എന്താ ഉപയോഗിക്കുന്നത്? നിങ്ങൾ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് താഴെ വെച്ചാൽ നോർമൽ ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു അഡീഷണൽ മാർബിളിൻ്റെ പീസ് ഇട്ട് അതിന് മുകളിൽ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. കേട്ടോ, ഫാന് ഓഫായി. അത് തണുത്ത കഴിയുമ്പോൾ തന്നെ ഫാൻ ഓഫായി. ഇനി നമുക്ക് ധൈര്യമായിട്ട് ഇവിടുത്തെ സ്വിച്ച് ഓഫാക്കാം. ഇപ്പോൾ ഇടിമിന്നലൊക്കെയാണ്, ഊരി വിടാം. ബൈ.